എല്ലാം മീൻസ് ഇത് മൈക്രോ ബ്ലേഡിങ് ചെയ്ത് ഇതൊരു നല്ലൊരു ഐബ്രോസ് കൂടെ ആക്കി എടുക്കാൻ പോകും. നോക്കി ഉണ്ടോ ഈ ഐബ്രോസ് നമ്മൾ സ്ട്രോക്സ് ഒക്കെ കൊടുത്തിരിക്കുക, ഫില്ല് ചെയ്ത് മൈക്രോ ബ്ലേഡിങ് ചെയ്ത് സക്സസ് ആക്കി. ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തിട്ടില്ല. എക്സാക്ട്ലി മേഡത്തിൻ്റെ ഐബ്രോസ് ഇങ്ങനെയാണ്. ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ. അടിപൊളി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഹരിപ്പാട് ഭാഗങ്ങളിലൊന്നും ആലപ്പുഴ ഹരിപ്പാട് ഭാഗങ്ങളിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ വൈഫിന് ഇന്ന് ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സംഭവമല്ല, നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാം. ഷോപ്പിൻ്റെ പേര് ആദ്യം കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ഷോപ്പിലോട്ട് കയറിയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണിക്കുക. ആദ്യം തന്നെ ഷോപ്പിൻ്റെ സ്ഥലം പറഞ്ഞേക്കാം, എടപ്പള്ളിയിലാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് അവരുമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തേക്കാം. ഏതായാലും അവൾ തന്നെ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് അങ്ങോട്ട് പോകാം. നമസ്കാരം. ഹായ്. അപ്പോഴേ നമ്മുടെ പേരെന്താണ്? നമ്മുടെ ഷോപ്പിന്റെ പേരെന്താണോ? ബ്യൂട്ടി ഫാക്ടറി. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു. നമുക്ക് കൊച്ചിയിൽ 2 ബ്രാഞ്ചാണ് വരുന്നത്. ഒന്ന് എടപ്പള്ളിയിൽ മഞ്ഞമ്മൽക്കവല എന്ന് പറഞ്ഞ സ്ഥലത്തും, രണ്ടാമത്തെ ബ്രാഞ്ച് വരുന്നത് മേനക മറൈൻ ഡ്രൈവിലോ വരുന്നത്. ഇവിടുത്തെ മെയിൻ ഐറ്റം ആണോ ഈ പീരിയത്തിന്റെ? നമുക്ക് ഇവിടെ എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ ഹെയറും മൈക്രോ ബ്ലേഡിംഗ് ആണ്. ഹെയർ മേക്ക് ഓവർ പ്ലസ് മൈക്രോ ബ്ലേഡിംഗ്, ഇത് രണ്ടുമാണ് നമുക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ കാര്യം. അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. ഇതിപ്പോ നമ്മൾ ഈ മേഡത്തിന് ചെയ്യാൻ പോകുന്നത്, ഈ മേഡത്തിന് ഫസ്റ്റ് പറയാം ഹെയറിൽ തുടങ്ങാൻ വരും. ഓക്കെ. അപ്പൊ ഈ ഹെയർ കണ്ടില്ലേ, ഈ ഹെയർ മേഡത്തിന് ഭയങ്കര ഫ്രിസി ഹെയറാണ്. ഭയങ്കര ഫ്രിസി ഹെയർ എന്ന് പറഞ്ഞാൽ ഈ മേഡത്തിന്റെ ഹെയർ ഇത് ഇങ്ങനെ നമുക്കൊന്ന് വലിച്ച് വിടാനൊന്നും പറ്റത്തില്ല. കണ്ടോ, ഇത് ഇങ്ങനെ ലോക്ക് ആയിരിക്കുന്നുണ്ടോ. ഇതെന്താന്ന് പറയുന്നത് ഡാമേജ്ഡ് ആണ് ഹെയർ. ഇത് മേഡം പ്രീവിയസ് ആയിട്ട് ഇതിൽ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബോട്ടോക്സ് എന്ന് പറയുന്ന എന്തോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു, ബട്ട് അത് ബോട്ടോക്സ് അല്ലാതെ നമ്മളിത് പ്രൂവ് ചെയ്തു. പക്ഷെ അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇത് സ്കാൽഫ് ഒന്ന് നോക്കിയേട്ടോ, ഈ സ്കാൽഫ് ഉണ്ട്, ഇത് നിറച്ച് ഡാൻഡ്രഫാണ്, കണ്ടില്ലേ. ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ മേഡം എനിക്കൊരു ചോക്ലേറ്റ് ഷെയ്ഡ് കളർ പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് ബ്രൗൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ചോക്ലേറ്റ് ബ്രൗൺ കളറും അതുപോലെ തന്നെ ഈ ഹെയറിന്റെ ഫ്രിസ് മാറ്റി ഫ്രിസ് ഫ്രീ ആക്കാൻ പോകും 100%. അതിന് നമ്മൾ ചെയ്യുന്നത് പ്രോട്ടീൻ കൊളാജൻ എന്നുള്ളൊരു കരാട്ടിലാണ് ചെയ്യുന്നത്. അതും കളറിങ്ങുമാണ് ഈ മേഡത്തിന് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഐബ്രോസ് കണ്ടില്ലേ, ഞാനിത് മാപ്പിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം മീൻസ് ഇത് മൈക്രോ ബ്ലേഡിങ് ചെയ്ത് ഇതൊരു നല്ലൊരു ഐബ്രോസ് കൂടെ ആക്കി എടുക്കാൻ പോകും. ഇതാണല്ലോ നിങ്ങളുടെ മെയിൻ സംഭവമായിട്ട് ചെയ്തേക്കുന്നത്. ഞങ്ങൾ എക്സ്ക്ലൂസീവ് ഹെയർ ആൻഡ് മൈക്രോ ബ്ലേഡിങ്. ബ്യൂട്ടി ഫാക്ടറി ഈ ഏറ്റവും ടോപ്പ് ആയിട്ട് കൊച്ചിയിൽ പല വെറൈറ്റി കളേഴ്സുകളും ദാറ്റ് മീൻ അങ്ങനെയൊക്കെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന സ്ഥലമാണ് ആക്ച്വലി. ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ ഈ മേഡത്തിന് ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ എല്ലാ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. എല്ലാ ലീഡിംഗ് ബ്രാൻഡിന്റെയും നമുക്ക് അവൈലബിൾ ആണ്. എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ, കാർബൺ ഫേഷ്യൽസ് ലൈക്ക് അങ്ങനത്തെ സ്കിൻ ലൈറ്റനിങ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയറിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റ്സും വരുന്നുണ്ട്. കെരാട്ടിൻ, ബോട്ടോക്സ് വരെ നമുക്ക് മോർ ദാൻ 4 വെറൈറ്റി ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അതുപോലെ കെരാട്ടിലും അങ്ങനെ അവൈലബിൾ ആണ്. അത് ഹെയറിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവർക്ക് വേണ്ട സാധനമാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നോട്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പിരിയത്തിന്റെ സംഭവം വെച്ചായിരിക്കില്ല അത് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസ് ഷേപ്പ് ആയിരിക്കും, നോസിന് വേറെ സ്ട്രക്ചർ ആയിരിക്കും. അതനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓരോരുത്തർക്കും പല റേറ്റുകളും റേറ്റുകൾ ഹെയറിന്റെ തിക്നെസ് എന്നാലും നമുക്കൊരു ബേസിക് ട്രീറ്റ്മെന്റ്. അതിപ്പം ഒരു കോംബോ ഓഫറിനാണ് ഇത് കെരാട്ടിൻ പ്ലസ് കളറിംഗ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം 8,500 ഒക്കെ വരത്തുള്ളൂ. അതായത് ഒരു കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ഓഫർ കോസ്റ്റേ വരുന്നുള്ളൂ, അടുത്തൊന്ന് ഫ്രീ ആയിരിക്കും. പക്ഷേ ഐബ്രോസിന്റെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല വരുന്നത്. പക്ഷേ ഐബ്രോസിന്റെ ഷേപ്പിൽ എല്ലാ ഫിക്സഡ് കോസ്റ്റ് ആണ് വരുന്നത്. പിന്നെ ഐബ്രോസിന് ഡിഫറെന്റ് പ്രൊസീജിയർ ഉണ്ട്. അതായത് മൈക്രോ ബ്ലേഡിംഗ് അല്ലാതെ തന്നെ പൗഡർ ബ്രോ, സിഗ്നേച്ചർ ബ്രോ ലൈക്ക് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ വേറെ വരുന്നുണ്ട്. ഒത്തിരി ഐറ്റംസ് വേറെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എണ്ണ ഒടുങ്ങാത്ത ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എല്ലാം ചെയ്യേണ്ട ആവശ്യം ഒരാൾക്കില്ലല്ലോ. എന്താണ് അവരവരുടെ റിക്വയർമെന്റ് നോക്കിയിട്ട് അത് ചെയ്യാം. അപ്പം ഇതിന്റെ സംഭവങ്ങൾ ഇതൊന്ന് പറയുന്നത്. ഇതിപ്പം നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഈ മേഡത്തിന് ഇത്ര ഐബ്രോസ് ഇല്ലായിരുന്നു, ചെറിയ ഐബ്രോസ് ആയിരുന്നു. മേഡത്തിന് സൂട്ടാകുന്ന ഒരു ഐബ്രോസിന്റെ ഷേപ്പിലേക്ക്
നമ്മളിത് മാപ്പ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഫില്ല് ചെയ്തെടുക്കും. ഓക്കെ, ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്തത് ഇത് എങ്ങനെയാണ്? ഇതൊരു ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി നമുക്ക് മൈക്രോബ്ലേഡിങ്ങിന് ഗ്യാരണ്ടി വരുന്നത് 1 year ആണ്. 1 year ഗ്യാരണ്ടി. അതുപോലെ ഹെയർ ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ ഏതെടുത്താലും 1 year ഗ്യാരണ്ടി ഉണ്ട്. 1 year ഗ്യാരണ്ടി. ഇതിലൊക്കെ എത്ര റേഞ്ച് വരും? ഇത് മൈക്രോബ്ലേഡിങ് നമുക്ക് ഇപ്പം ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ 10,200 rupees ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ഇതാണോ അതോ എല്ലാം ഒരേ പ്രൊസീജിയറിന് ഒരു കോസ്റ്റ് ആണ്. 10,200 ആണ് കോസ്റ്റ് വരുന്നത്. പക്ഷെങ്കിൽ ഈ മൈക്രോബ്ലേഡിങ് അടുത്തൊരു 1 yearലേക്ക് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആകത്തില്ല. ഒറ്റ ഒരു ഇത് ഇതിനകത്ത് എന്ത് സർവീസ് വന്നാലും നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഗ്യാരണ്ടിയാണ് 100% ഗ്യാരണ്ടി. ഓക്കെ. പിന്നെ അതുപോലെ ഹെയർ ട്രീറ്റ്മെന്റ്സും അങ്ങനെയാണ്. ഫർദർ നിങ്ങൾക്ക് അടുത്ത 1 yearൽ വരുന്ന എന്ത് സർവീസ് വേണ്ടി വന്നാലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഒന്നാം ട്രസ്റ്റ് ആണ്. നമ്മുടെ ക്ലയൻസ് എല്ലാം നിങ്ങൾ തന്നെ ഹരിപ്പാടുന്നല്ലേ വരുന്നത്. വരുന്നത് നമ്മുടെ ആ ഒരു ഇതുകൊണ്ടാണ്. ആക്ച്വലി നിങ്ങൾക്ക് നല്ല ബാക്കപ്പ് ചെയ്യും. അപ്പം ഞങ്ങളിത് ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹത്തിൻ്റെ പേജ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് പോകുന്നതൊക്കെ കണ്ടു. ഇത് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട്. അടുത്ത ഓരോരോ പൊസിഷനായിട്ട് നമുക്ക് ഈ പിരിയത്തിൻ്റെ കറക്റ്റ് എങ്ങനെയാവുന്നു എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ കളർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് അടുത്തൊരു പൊസിഷനിലായിട്ട് എടുക്കാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഇത് നമ്മുടെ ചാനലിൽ പ്രൊമോഷൻ വീഡിയോ വരുന്നുണ്ട്. ഇത് അതല്ല, ഇത് ഒറിജിനലായിട്ടുള്ള സംഭവം നമ്മൾ നേരിട്ട് ലൈവായിട്ട് കാണിച്ചു തരുവാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇത് കാശ് മേടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പറോട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആ നമ്പറോട് ഓട്ടോമാറ്റിക് അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഒരു ഇതായിരിക്കും. കാര്യങ്ങളൊന്ന് കണ്ടതിന് ശേഷം ആ നമ്പറോട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ നമ്പറും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. എന്റെ നമ്പർ 755894651. ഒന്നുകൂടെ പറയണം. 755894651. പക്ഷെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് ഇതിന്റെ ആഫ്റ്റർ കിടക്കാൻ പോകല്ലേ. ഈ കണ്ട മേക്കോവർ എല്ലാം എടുക്കണ്ടേ. ഓക്കെ, എന്തായാലും ഞാൻ ഈ നമ്പർ അതിന്റെ ഇടയ്ക്ക് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും കൂടെ നമുക്ക് കാണാം ചെയ്തിട്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിനിടയിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. നമ്മളിപ്പോൾ വന്നപ്പം ഇവിടെ കുറേ പ്രോഡക്റ്റൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. കാരണം ഓരോ ബ്യൂട്ടി പാർലറിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ടുള്ളൊരു അവസരമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആണെങ്കിൽ എല്ലാം പബ്ലിക്കായിട്ടാണ് വെച്ചേക്കുന്നത്. എല്ലാം പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർ പറയുന്നത് നല്ല കമ്പനിയുടെ ആണ് എന്നുള്ളൊരു ഗ്യാരണ്ടിയിലാണ് അവർ പബ്ലിക്കായിട്ട് വെച്ചേക്കുന്നത് എന്നാണ് പറയുന്നത്. ആൾക്കാർക്ക് കാണണം എന്നുള്ള രീതിയിൽ വെച്ചേക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ മേഡത്തിൻ്റെ ഐബ്രോസ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഐബ്രോസ്. കണ്ടോ? ഈ ഐബ്രോസിലാണ് നമ്മൾ മൈക്രോബ്ലേഡിങ് ചെയ്ത് സ്ട്രോക്സ് ഒക്കെ കൊടുത്ത് ഈ വിപ്തിലും ഈ ലെങ്തിലും ഒക്കെ എടുക്കും. എന്നിട്ട് നമുക്ക് നോക്കാം, സ്ട്രോക്സ് എടുത്ത് കാണിക്കാം. ഓക്കെ, സെറ്റ്. മൈക്രോബ്ലേഡിങ് ചെയ്തു. അതായത് ഈ ഒരു സൈഡിലെ ഐബ്രോസിൽ നോക്കി ഉണ്ടോ, ഈ ഐബ്രോസ് നമ്മൾ സ്ട്രോക്സ് ഒക്കെ കൊടുത്തിരിക്കുക, ഫില്ല് ചെയ്ത് മൈക്രോബ്ലേഡിങ് ചെയ്ത് സക്സസ് ആക്കി. ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തിട്ടില്ല. എക്സാക്ട്ലി മേഡത്തിൻ്റെ ഐബ്രോസ് ഇങ്ങനെയാണ്. ഇതിന് നമ്മളൊരു ബൗണ്ടറി ആയിട്ട് സെറ്റ് ചെയ്തൊരു ഷേപ്പൊക്കെ ഉണ്ടാക്കി അത് സെമട്രി എടുത്തിട്ട് ഷേപ്പ് ഉണ്ടാക്കി ആണ് ഫില്ല് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത ഐബ്രോസ് ആണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ഇത് മൈക്രോബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞ ഐബ്രോസ് ആണേ. ഓക്കെ, ഓക്കെ മേഡം, അപ്പം ഇത് കഴിഞ്ഞു. നമ്മളിപ്പോൾ വാഷ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ തുടയ്ക്കുമ്പം കാണിച്ചു തരാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ തുടയ്ക്കുവാണേ. കണ്ട, ഇത് ഐബ്രോസിൽ ഈ മേഡത്തിൻ്റെ ഹെയർ പോലെ തന്നെ ആയില്ലേ ഫുള്ള്. ഓക്കെ, സെറ്റായില്ലേ? മേഡം കൂടെ ഒന്ന് കാണട്ടെ ഒരു മിനിറ്റ്. മിററെടുത്ത് നോക്കിയാൽ എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? അടിപൊളിയായി, ഇഷ്ടപ്പെട്ടില്ലേ? നാച്ചുറൽ കളറായി, അതുപോലെ തന്നെ ഫില്ലായി. ഇതിപ്പം ഈ മേഡത്തിന്റെ ഐബ്രോസിലെ നാച്ചുറൽ ഹെയറും നമ്മൾ കൊടുത്ത സ്ട്രോക്സിലെ ഹെയറും തമ്മിലൊന്ന് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നോക്കാൻ പറ്റുമോ? എങ്ങനെ? ഈ മേഡത്തിന്റെ ഈ ഐബ്രോസിന്റെ നാച്ചുറൽ ഹെയറും നമ്മൾ ചെയ്തിരിക്കുന്ന ഹെയർ ഒരുപോലെ ആയില്ലേ? സെറ്റ്, രണ്ടും ഒരുപോലെ. ഓക്കെ, പൊളി. സെറ്റ്. ഇനി നമുക്ക് ബാക്കി ഹെയർ സെക്ഷനിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ.
നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഹെയറിൻ്റെ ഒരു കൂമ്പാരത്തിൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ്, ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള രീതികളിലൊക്കെ ആക്കാൻ പറ്റിയ ഒരു വലിയ ബുക്ക് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ആ ബുക്കിലേക്ക് നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം മതി നമുക്ക് മുന്നോട്ടുള്ള ഏത് വേണം, എന്ത് വേണം എന്നൊക്കെ ഉള്ള രീതികൾ. ചിരിച്ച കുഴപ്പമില്ല, ഞങ്ങൾ ചിരിയൊക്കെ എടുക്കേണ്ടത്. ഈ മുടി ചെയ്യുന്നതിൻ്റെ ഏകദേശമുള്ള ഫുൾ വീഡിയോസും ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവരെങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, അതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏറെക്കുറെ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. കാരണം ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ലൈവായിട്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വന്ന് ചെയ്യണോ വേണ്ടായോ എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ബോധം വരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര. എന്താ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കണ്ട് നമുക്ക് 100% ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ വന്ന് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ചാനലിലുള്ള എല്ലാ ഐറ്റംസും അറിയാമല്ലോ, നമ്മൾ ലൈവായിട്ടായിരിക്കും ഇടുന്നത്. ഇത് ചെയ്തിട്ടാണോ കളർ ചെയ്യുന്നത്? ഇത് സ്പാ പോലെ സ്പാ അല്ല, ഇത് ഫസ്റ്റ് നമ്മുടെ ഹെയറിൻ്റെ ടോൺ വന്നിട്ട് 1-ലാണ്. നമുക്കിത് കുറച്ച് ഹൈ ആക്കണം, എന്നാലാണ് കളർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രണ്ട് വേണ്ട കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇത്തിരി വേണ്ട, ഒത്തിരി വേണ്ട ഫ്രണ്ടിലോട്ട്. ഞാൻ കൂടുതൽ ക്വാളിറ്റിയിലാണ് വെക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഒരുപാട് വരാണ്ട് ഒരു 2 ലെയർ വല്ല മതി ഫ്രണ്ടിലോട്ട്. ബാക്കിലോട്ടായാൽ മതി. ഹെയർ മാത്രം ട്രൈ ചെയ്യുന്നുണ്ട്. രണ്ടും ബ്ലാക്ക് ആയിരുന്നു. ഈ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് നമ്മള് ഞാൻ പറഞ്ഞൊരു ലുക്കിലേക്ക് വരും. പക്ഷെ മാഡം ഇതിന്റെ ഒരു അവസ്ഥ ഞാൻ പറയട്ടെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സോമിലൊക്കെ ഉപയോഗിക്കുന്ന വാണില്ലേ, അതിന്റെ ഒരു അവസ്ഥയല്ല, ഭയങ്കര ഗ്രിപ്പായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടുന്നത് പരസ്പരം കയറി. പക്ഷെ മാഡം ഇവിടുന്ന് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മാഡത്തിന് 100% ഹെയറിന്റെ ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായത് നിങ്ങൾക്ക് ഈസി ഹാൻഡിലിംഗ് ആയിരിക്കും. ഇതുപോലെ വാഷ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ പോലും ഒരു ഇത് ഈ ഹെയർ ഫോൾ ഉണ്ടോ, ഇത് മേഡത്തിന് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അല്ല മറ്റു തൈറോയ്ഡ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഈ ഹെയറിന്റെ മാത്രം ഇഷ്യൂ ആണെങ്കിൽ ഇത് 100% സോൾവ് ആകും. ഇത് 100% സോൾവ് ആകും. അത് മാത്രമല്ല മാഡം, നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ വാഷ് അല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തപോലെ ഹെയർ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഹെയർ ഒരു ടെൻഷനേ ആകില്ല. ഇത്രയും ലോങ്ങുള്ള ഹെയർ അല്ലേ, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു 100% ഹെയറിന് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയായിരിക്കും. നമുക്കൊരു മേക്ക് ഓവർ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ബൗൺസ് ആവുകയോ ഇങ്ങനെ ഒട്ടിയൊന്നും പോകുന്നില്ല, നല്ല ബൗൺസ് ആയിട്ട് ഹെയർ. ഓക്കെ മാഡം, പിന്നെ മാഡത്തിന് ഈ ഹെയർ കളർ ചെയ്യണം, ഹെയർ മേക്ക് ഓവർ ചെയ്യണം, മൈക്രോ ബ്ലേഡിങ് ചെയ്യണം, റൈറ്റ്? അപ്പൊ ഈ ഹെയർ കളറിംഗ് എന്ന് പറയുമ്പോൾ മാഡത്തിനകത്ത് ചൂസ് ചെയ്ത കളർ എന്ന് പറഞ്ഞാൽ 6-8 ആണ്, അല്ലെങ്കിൽ 5-7. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഡാർക്കസ്റ്റ് ബ്രൗൺ ആണല്ലോ 5-7 എന്നൊക്കെ പറയുന്നത്. അപ്പം മാഡത്തിന് കുറച്ചുകൂടി വിസിബിൾ ആകുന്നത് വേണോ അതോ മിനിമലൈസ് ആയിട്ട് വേണോ? വിസിബിൾ ആകണം. സോ അപ്പം നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഫ്രീ ആക്കി പ്രോട്ടീൻ കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അതായത് ആഫ്റ്റർ ദിസ് ട്രീറ്റ്മെന്റ് മാഡത്തിന്റെ ഹെയർ ഇങ്ങനെ അറിയത്തില്ല. ഇതിന്റെ ബാക്കിൽ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഈ ബാക്ക് സൈഡ് കണ്ടല്ലേ, ബാക്ക് സൈഡ് കുറച്ച് പ്രശ്നമാണ്, കുറച്ച് ഫ്രിസ് ആണ്, അതുപോലെ ലോക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം മാറ്റി നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണോ മാഡം? അടിപൊളി. ശരി, ഓക്കെ. ഇതിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്?
നമ്മൾ ഹെയറിനുള്ള പ്രോട്ടീൻ കൊളാജൻ പുകച്ചിലൊക്കെ മാറി ആ സാറല്ല ചിരിക്കൊക്കെ ചെയ്തു ഞാൻ ചിരിക്കും എടുക്കാം. ഇതെന്താ ഇപ്പൊ ഈ സംഭവം ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മൾ ഇപ്പോൾ മാമിൻ്റെ ഹെയർ നമ്മൾ കണ്ടു ഭയങ്കര ഫ്രിസിയാണ്. അപ്പോൾ നമ്മൾ ഹെയറിനുള്ള പ്രോട്ടീനാണ് ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെയറിലേക്ക്. ഓക്കെ, ഇത് ഏത് കമ്പനി ഏതാ ഇതിന്റെ? നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് GKMK പ്രൊഡക്ട്സ് ആ ആണ്. പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ, ആ പ്രോഡക്റ്റ് ഒന്നെടുത്തു. ഏത് ഈ പ്രോഡക്റ്റ് ആണോ? ഈ നമ്മൾ GKയുടെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ഒന്ന് കാണിച്ച് ഇതിന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്കൊരു 70 എബോ അതിലെത്ര എടുക്കുന്നത്? ഉള്ളതൊക്കെ തന്നെ പറയണം, ഇതിൻ്റെ അകത്ത് ഉള്ളതൊക്കെ തന്നെ അടിക്കണം. സീരിയസ്ലി അത്ര എന്തോ 32 ആണല്ലോ കിടക്കുന്നത്. 32. ഓക്കെ, ഇപ്പം MKൻ്റെ ആയാലും കൂടുതൽ വരും. അത് ശരി. അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനമൊക്കെ ആയിട്ടാണ് ഇവിടെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. ഇവരോട് തന്നെ ചോദിച്ചത് എന്താ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്ത് പ്രോട്ടീൻ പ്രോട്ടീൻ കൊളാജൻ. ആ ഇതൊരു ടൈപ്പ് ഓഫ് കെരാറ്റിനാണ്. ഹെയറിന് നമുക്ക് വേണ്ടുന്ന പ്രോട്ടീനൊക്കെ ഡയറക്റ്റ് ആഡ് ചെയ്യാണ് ഇപ്പോൾ ഒരു ചെയ്യുന്നത്. ശകലം ഇങ്ങോട്ട് കൂടെ നോക്കി പറഞ്ഞാൽ തലേന്ന് കണ്ടത്. ആ പറഞ്ഞു എന്നെ ചിരിപ്പിക്കും. ആ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ നിർത്തി. എനിക്ക് പറഞ്ഞ് ചിരി വരും എനിക്ക്. ഒരുപാട് പിന്നെ എടുക്കാൻ വന്നത് ചെയ്യുന്ന ആളും മുട്ടൻ ചിരിയൊക്കെ ഇവിടെ ഇരുന്ന് എല്ലാവരും കേട്ടോ. എന്തായാലും സന്തോഷമായിട്ടൊക്കെ ഇവിടെ വന്നിരുന്നാൽ ചെയ്യാമെന്നൊക്കെ ഇവര് പറയുന്നത്. വേറെ ഓണർ ഇതിലും കോമഡി കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായി എന്നുള്ളത് ഇനി മേഡം പറയണം. അതായത് ഈ ഐബ്രോസ് ചെയ്തതിനെ കുറിച്ചുള്ളത് പറഞ്ഞ മേഡത്തിന്റെ ഐബ്രോസ് ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു. സെറ്റായില്ലേ? സെറ്റായി. നല്ലൊരു മേക്കോവർ ആയില്ലേ? പിന്നെ അതുപോലെ തന്നെ ഹെയറും അടിപൊളിയായി. ഹെൽത്ത് നോക്കിയ മേഡം, ഞാൻ മേഡത്തിന് ഒരു കാര്യം തരാം. ഇതാണ് യഥാർത്ഥ ബോട്ടോക്സ്. മനസ്സിലായോ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹെയർ മേഡം നിങ്ങൾ അന്ന് ചെയ്ത റിസൾട്ട് ആണോ? ഇതൊരു കോട്ടിങ് ആയി. ഇത് തുള്ളിയിൽ ഫ്രഷ് ആവുന്നുണ്ടെന്ന് നോക്കി, ഒരു ഇച്ചിരി ഫ്രഷ് ആവുന്നുണ്ടെന്ന് നോക്കി, ആകില്ല. അതിലുപരി നിങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ട് നീ ഹാൻഡിൽ ചെയ്യുന്നത്, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതായത് ഈ ഹെയർ നല്ല ബൗൺസ് ആവും, ഇഷ്ടംപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇത്രയും ബൗൺസ് ഒക്കെ കിട്ടും സിമ്പിൾ ആയിട്ട്, കണ്ടോ? അതുപോലെ ടെക്സ്ചർ ഇഷ്ടപ്പെട്ടോ മാഡത്തിന്? കളർ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, അടിപൊളിയായില്ലേ? അതുപോലെ ഹെയർ ഹെൽത്തി ആയി. അതുപോലെ സ്കാർഫ് എല്ലാം ഡ്രൈ ആയിരുന്ന അവസ്ഥ എല്ലാം മാറി ഇപ്പൊ സെറ്റായി. ഇനിയും മേഡം ഇതുപോലെ ഒരു 1.5 വർഷം നോക്കുള്ളൂ. വേറെ അധികം കെയറിങ് ഒന്നും ചെയ്യണ്ട, ആവശ്യമില്ല സ്പാ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാതിരുന്നാൽ മുടി അടിപൊളിയായിരിക്കും. ഇടയ്ക്ക് അതായത് നല്ല ഫ്രിസൊക്കെ ആയി ഇത് കുറേ ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഗ്രോത്ത് ആകുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി മേഡത്തിന് ഹെയർ കൊണ്ട് യാതൊരു ടെൻഷനും ഇല്ല. മേഡം ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? അതുകൊണ്ട് ഞാൻ മേഡത്തിന് പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കും, കിടി മേടിക്കാൻ പോയില്ല. ഓക്കെ, ഇതിന്റെ സംഭവം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് വന്നതല്ലേ? ഇൻസ്റ്റാഗ്രാമിന്റെ നിങ്ങളുടെ ഐഡിയ കൂടെ ഒന്ന് പറഞ്ഞു. ബ്യൂട്ടി ഫാക്ടറി തന്നെ, അത് തന്നെ സെയിം ഇത് തന്നെ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇനി ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന നല്ല ബസ് വീഡിയോസുകളുമായി ഇനി വീണ്ടും വരുന്നവരെ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.